നീണ്ട 22 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ EPL അടിച്ചു. അതെ, ആഴ്സണൽ അതെ, കപ്പടിച്ചു. മറ്റേ പാട്ട് പറഞ്ഞു സോ അങ്ങനെ ആഴ്സണൽ കപ്പടിച്ചു. സിറ്റി നല്ല ഡ്രോ ആയി. സോ പ്രീമിയർ ലീഗിൽ ആഴ്സണൽ കപ്പടിച്ചു. സോ ബോട്ടിൽ ചെയ്യുന്ന ടീമായിരുന്നു ആഴ്സണൽ. കപ്പടിക്കട്ടെ എന്ന് ആഗ്രഹം ഉണ്ട് എല്ലാവർക്കും. ഇനി സെലിബ്രേഷൻ ഒക്കെ 22 വർഷമായില്ലേ. അതെ, സെലിബ്രേഷൻ ഒക്കെ കണ്ടായിരുന്നു മറ്റേ ഒഡേഗാർഡ്. അതെ, ബോട്ടിൽ ട്രോള് ആദ്യം ഇവരാണ് ഇറക്കിയത്, സിറ്റിയാണ് ഇറക്കിയത്. പക്ഷേ അവസാനം പുള്ളിയുടെ മുഖം നല്ല കളി കഴിഞ്ഞപ്പോൾ കണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ നിൽക്കുകയായിരുന്നു, ഒന്നും പറയാനില്ലാതെ. പക്ഷേ ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഉണ്ട് ആഴ്സണലിന്. അതും അടിക്കട്ടെ തോന്നുന്നു. കാരണം PSG കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് അടിച്ചാണ്. അങ്ങനെ എല്ലാവർക്കും കപ്പ് നിലല്ല, കളിക്കുന്നവർ അടിക്കട്ടെ. കാരണം ഇത് ഗെയിമാണ്. പക്ഷേ അവരുടെ കളി ഇപ്പോഴും അവർ കളിച്ചിട്ടല്ല. അതല്ല, അത് കാര്യം സിറ്റിയുടെ ഡ്രോ കാരണമാണ് ഇന്നലെ കപ്പടിച്ചത്. പക്ഷേ ആഴ്സണൽ കപ്പ് ഡിസേർവ്ഡ് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് കാലമായി, 22 വർഷമായി ഒരു കപ്പടിച്ചു. പണ്ട് തിയറി ഹെൻറി ഒക്കെ ഉണ്ടായിരുന്നപ്പോഴാണ്. അതെ അതെ, ഞാൻ ജനിക്കണേ മുമ്പാന്ന് തോന്നുന്നു. അതെ, തീർച്ചയായും. എന്തായാലും ആഴ്സണൽ കപ്പട്ടി, ദാറ്റ്സ് ഇറ്റ്. പിന്നെ നാളെ അൽ ഹിലാലിന് മാച്ച് ഉണ്ട്, അൽ നാസറിന് മാച്ച് ഉണ്ട്. സൗദി പ്രോ ലീഗിൽ കുറച്ച് ക്രൂഷ്യലാണ്. നാളെ ആയിരിക്കും അൽ നാസർ കപ്പടിക്കുന്ന ദിവസം. അങ്ങനെ ACL 2 അങ്ങനെ ആഴ്സണൽ കപ്പടിച്ചു, നാളെ അൽ നാസർ കപ്പടിക്കുന്നു. ബന്ധം. ഓ വാവ്, ഇതേ സാധനമാണ് ACL പറഞ്ഞത്. ACL 2 അങ്ങനെ ഗോംബോസൊക്കെ അടിച്ചു. അപ്പോൾ പക്ഷേ നാളെ അൽ നാസർ ജയിച്ചു കഴിഞ്ഞാൽ അൽ നാസർ കപ്പടിക്കും. അതിപ്പോൾ അൽ ഹിലാൽ ജയിച്ചാലും കാര്യമില്ല. പക്ഷെ അൽ നാസർ നാളെ തോറ്റിട്ട് അൽ ഹിലാൽ ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കപ്പടിക്കുക. സ്വപ്നങ്ങൾ പലതാണ്, പക്ഷേ അൽ നാസർ നാളെ ജയിക്കുന്നതാണ് സത്യം. ജയിക്കട്ടെ, കാരണം അണ്ണന് കപ്പ് കിട്ടട്ടെ. ഈ വർഷം 2 കപ്പ് ഉണ്ടാകും. കാരണം ഇതേ വേൾഡ് കപ്പാണ് ഉദ്ദേശിച്ചത്. തീർച്ചയായും ACL കഴിഞ്ഞു, അതുകൊണ്ട് പറഞ്ഞു വേൾഡ് കപ്പ് നമ്മൾ അടിക്കും. സ്ട്രോങ് ആണ് ഞങ്ങൾ. അതെ അതെ, നല്ല കാര്യം. പിന്നെ പിന്നെ ഗ്രീസ്മാൻ അത്ലറ്റികോ മാഡ്രിഡ് ഈ സീസണിലുള്ള എൻ്റെ കൂടി തീരും. തീർച്ചയായും. അതെ. പിന്നെ വേൾഡ് കപ്പ് പുള്ളി ഇല്ല, ഓൾറെഡി ഇല്ല. വേൾഡ് കപ്പിൽ ഒരുപാട് പ്ലേയേഴ്സ് ഇല്ല. അതെ അതെ, ലെവൻഡോസ്കി. അതെ, ലെവൻഡോസ്കിയുടെ കവാലില്ല, ഡിബാലല്ല, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. നേരെ തന്നെ ഉണ്ട്. വേൾഡ് കപ്പ് കഴിഞ്ഞാൽ പിന്നെ പല ലെജൻസും അതെ റിട്ടയർഡ് ചെയ്യും. ഈവൻ ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ ആൻഡ്രേസ് മെസ്സി. സോ അത് ഒരു തന്നെ പോരെ. പിന്നെ നെയ്മർ ജൂനിയർ. അതെ അതെ, നെയ്മർ ജൂനിയർ ഉള്ളതാണ് ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും വലിയൊരു ഓളം. കാരണം പുള്ളി ഉണ്ടാവില്ല എന്ന് കുറേ റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളി വന്നു. സോ പിന്നെ ഈ സീസണോട് ഫാൻസ് ഒക്കെ പവർ ആയിട്ടുണ്ട്. ഈ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വേൾഡ് കപ്പ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ, അതെ 3 രാജ്യങ്ങളിലാണ്. ദൂരദർശൻ 50 കോടി ഒന്നും കരാർ ഏറ്റെടുക്കില്ല എന്നൊക്കെയാണ് ഇപ്പോൾ റൂമേഴ്സ്. നമ്മൾ കാണും, അറിയാലോ. നമ്മൾ തീർച്ചയായും കണ്ടിരിക്കും പല മാർഗങ്ങൾ. പോർച്ചുഗൽ. അതാ